प्यारे बच्चों सबको നമസ്കാർ. എല്ലാ വിദ്യാർത്ഥികളെയും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നംഗേ പേർ എന്ന കഹാനിയുടെ രണ്ടാമത്തെ ഭാഗമാണ് എടുത്തത്. ബേബിയുടെ കഥയും ബേബിയുടെ അടുത്തേക്ക് വരുന്ന പുതിയ പോസ്റ്റ്മാൻ അദ്ദേഹം കത്ത് കൃത്യമായിട്ട് കൈകളിൽ ഏൽപ്പിച്ചിരുന്നു. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അങ്ങനെ പോസ്റ്റ്മാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബേബിക്ക് മനസ്സിലായി പോസ്റ്റ്മാൻ്റെ കാലിൽ ചെരുപ്പില്ല, നഗ്നനാണ് എന്ന് മനസ്സിലായി. ആ പോസ്റ്റ്മാൻ എന്തുകൊണ്ടാണ് ചെരുപ്പിടാത്തത് എന്ന് അവളുടെ മനസ്സിൽ തർക്കമുദിക്കുകയും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പൊട്ടിയതായിരിക്കും, അത് നന്നാക്കിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാലിൽ ചെരുപ്പുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. തുടർന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം. जाड़ा गया और गर्मी आई, धूप कुछ तेज़ पड़ने लगी थी. कोलतार की सड़क तपने लगी थी, पर पोस्टमैन आता. उसके पास छाता नहीं, साइकिल नहीं और जूता भी नहीं था. धूप से उसका चेहरा लाल पीला होता, पसीने से उसकी कमीज पीठ से चिपकी रहती. सूखे अंदरों पर वह ज़बान फिराकर लचीली हंसी हंसता और टाक देकर लौट जाता. धूप से चलते नंगे पैर घूमता रहता. ജാഡ ഗയ, ജാഡ എന്ന് പറഞ്ഞാൽ തണുപ്പ്, കാലാവസ്ഥ തണുപ്പായിരുന്നു. ആ തണുപ്പ് പോയി. ഗർമി ആയി, തണുപ്പ് പോയാൽ സ്വാഭാവികമായിട്ട് എന്താ വരിക? ചൂട് വന്നു. ധൂപ് കുച്ച് തേസ് പടനെ ലഗീത്, വെയിലൊക്കെ കുറച്ച് ശക്തിയായി പതിക്കാൻ തുടങ്ങി, വെയിലൊക്കെ ചൂടായി. കോൽത്താർ കി സടക്ക് തപ്പിനെ ലഗീത്, കോൽത്താർ എന്ന് പറഞ്ഞാൽ ടാറാണ്. ടാറിട്ട റോഡൊക്കെ എന്തായി? പൊള്ളാൻ തുടങ്ങി. പാർ പോസ്റ്റ്മാൻ ആത്ത, പോസ്റ്റ്മാൻ വന്നു. ഉസ്കെ പാസ് ചാത്ത നഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തില്ല? ചാത്ത എന്ന് പറഞ്ഞാൽ അംബർല, കുട, ഛത്തരി, കുടയില്ല. സൈക്കിൾ നഹി, അതുപോലെ സൈക്കിളില്ലായിരുന്നു. ജൂത്താ ബി നഹിത, എന്തില്ലായിരുന്നു? ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ധൂപ് സെ ഉസ്ക ചെഹര ലാൽ പീല ഹോത്ത, വെയിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖക്ക് എന്തായിരുന്നു? ചുമന്ന് ഇരുന്നു. പസീനെ സെ ഉസ്കെ കമീസ് പീഡ് സെ ചിപ്കി രത്തി, വേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ കമീസ്, അദ്ദേഹത്തിൻ്റെ ഷർട്ട്, പീഡ്സ്, അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചിപ്പക്കിന പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരുന്നു. സൂക്കെ അന്തരോം പർ വ ജബാൻ ഫിരാക്കർ ലച്ചിലി ആസി ആസ്ത और ടാക്ക് ദേക്കർ ലൗട്ട് ജാത്ത, അങ്ങനെ ഉണങ്ങിയ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം നാവ് കൊണ്ട് ഇങ്ങനെ നനച്ചുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എന്തായി? കത്തുകൾ നൽകി മടങ്ങിപ്പോയി. ലൗട്ടിന് പറഞ്ഞാൽ മടങ്ങുക കേട്ടോ. ധൂപ് സെ ചലത്തെ നംഗേ പേർ ഘൂംതാ രഹാ, ആ വെയിലത്ത് ആ പൊള്ളുന്ന വെയിലത്ത് അദ്ദേഹം ആ നഗ്നമായ കാലുകൊണ്ടായിരുന്നു നടന്നു പോയിരുന്നത്. കുട്ടികൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തണുപ്പ് കാലമായിരുന്നു, തണുപ്പ് കാലം പോയി, ചൂടുകാലം വന്നു, വെയിലൊക്കെ നല്ല ശക്തിയാവാൻ തുടങ്ങി. ടാറിട്ട റോഡൊക്കെ എന്തായി? ചൂടായി. അതുപോലെ ആ സമയത്തും പോസ്റ്റ്മാൻ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു, സൈക്കിളില്ലായിരുന്നു,
ചെരുപ്പും ഇല്ലായിരുന്നു. വെയിലത്ത് വെയിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുമന്ന് ഇരുന്നു. വേർത്ത് അദ്ദേഹത്തിൻ്റെ ഷർട്ട് അദ്ദേഹത്തിൻ്റെ പുറത്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു. ഉണങ്ങിയ ചുണ്ടുകൾ നനച്ചു കൊടുത്ത അദ്ദേഹം എന്തായി പുഞ്ചിരിച്ച് കത്തുകൾ നൽകിക്കൊണ്ടിരുന്നു. പൊള്ളുന്ന വെയിലിലും അദ്ദേഹം ആ നഗ്നമായ കാലുകൾ കൊണ്ടായിരുന്നു നടന്ന് പോയിരുന്നത് എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉസ്നെ മാസെ പൂച്ച. ബേബി ഇത് കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു, മാ വഹ് പോസ്റ്റ്മാൻ നംഗെ पैर ही क्यों घूमता है? അമ്മ, ആ പോസ്റ്റ്മാൻ എന്താണ് കാലിൽ ഒന്നും ഇടാതെ നടന്നു പോകുന്നത് എന്ന് ചോദിച്ചു. ഗൂമിനാറിനെ ചുറ്റിക്കറങ്ങുക എന്നൊക്കെയാണ്, അതായത് കത്തുമായി പോകുന്നത്. മാനെ കഹ, അമ്മ പറഞ്ഞു, ചാൻസെ കോഹി നംഗെ पैर घूमते हैं. അമ്മ എന്താ പറഞ്ഞത്? ബോധമുള്ള ആരെങ്കിലും ചെരുപ്പിടാതെ നടക്കുമോ മോളെ എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ നഗ്നനായി നടക്കുമോ മോളെ? പൈരോമേൻ ഡാലിനെ കേലിയെ ഉസെ മിൽത്താൻ ഹോക. കാലിൽ ഇടാൻ അദ്ദേഹത്തിന് ചെരുപ്പ് കിട്ടാഞ്ഞിട്ടായിരിക്കും എന്ന് അമ്മ പറഞ്ഞു. ബേബീനെ मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देंगे. ബേബി എന്ത് ചെയ്തു? അങ്ങനെ ആ നഗ്നനായി ആ പോസ്റ്റ്മാനെ നടക്കാൻ സമ്മതിക്കില്ലെന്ന് ബേബി മനസ്സിൽ തീരുമാനിച്ചു. മൻഹി മൻ നിശ്ചയ, ബേബിയുടെ മനസ്സിൽ തീരുമാനിച്ചു ആ പോസ്റ്റ്മാനെ നഗ്നനായി നടക്കാൻ സമ്മതിക്കില്ല. യഹ് തൈ കർത്തേ ഹി ഉസേ സുഖദ അനുഭൂതി ഹുയി. ഇത് തീരുമാനിച്ചപ്പോൾ അവക്കെന്തുണ്ടായി? അവളുടെ മനസ്സിൽ ഒരു സുഖകരമായ അനുഭൂതി ഉണ്ടായി. ഒന്നുകൂടി നോക്കാം. അവളെ അമ്മയോട് ചോദിച്ചു, എന്താണ് പോസ്റ്റ്മാന് നഗ്നനായി നടന്നു പോകുന്നതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, കാലിൽ ചെരുപ്പ് കിട്ടാഞ്ഞിട്ടായിരിക്കും, അല്ലാതെ ബോധപൂർവമായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബേബി അവളുടെ മനസ്സിലിങ്ങനെ തീരുമാനിച്ചു, പോസ്റ്റ്മാൻ ഇനി നഗ്നനായി നടത്തില്ല എന്ന് തീരുമാനിച്ചു. ഇത് തീരുമാനിച്ചപ്പോൾ അവളുടെ മനസ്സിലൊരു സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. അങ്ങനെ അമേഷ ആനേവാല മോച്ചി ജബ് ഘർ ആയ, എന്നും വരുന്ന മോച്ചി, മോച്ചി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി, സ്ഥിരമായി വരുന്ന ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ ജബ് ഘർ ആയ തബ് ബേബീനെ ഉസെ പാസ് ബുലാക്കർ और 5 रुपया उसके हाथ में देकर धीमी आवाज़ में कहा, मुझे इसके ജൂത്തെ ബനാദോ. സ്ഥിരമായി വരുന്ന ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ ബേബി അയാളെ അടുത്ത് വിളിച്ച് 5 രൂപ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എനിക്ക് ഇതിനുള്ള ചെരുപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. എന്നും വരുന്ന ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ ബേബി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് 5 രൂപ നൽകിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ പൈസക്ക് ഒരു ചെരുപ്പ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ധീമി ആവാസ്മേൻ, പതിയെ സ്വരത്തിൽ പതുക്കെ പറഞ്ഞു. മുझे इसके ജൂത്ത ബനാദോ, എനിക്കിതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഹരിബാനെ സിർ ഹിലാക്കർ കഹ. ഹരിബ എന്തായി? തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ചെരുപ്പുണ്ടാക്കി തരാം. ബനാദൂങ്ക ബഹിൻ, ഉണ്ടാക്കിത്തരാം സഹോദരി. നാപ്പ് ലേലോ, അളവ് ചോദിച്ചു. നാപ്പ് എന്ന് പറഞ്ഞാൽ അളവ്, അളവ് തരൂ എന്ന് പറഞ്ഞു. അളവെടുക്കണം. അവൾ പറഞ്ഞു, അയ്യോ എൻ്റെ കാലിനല്ല. അതുപോലെ അരേ മേരെ പയർക്കണേ, എൻ്റെ കാലിനല്ല. ഫിർ കിസ്കെലിയെ, പിന്നെ ആർക്കാണ്? ഹരിബാന പൂച്ച, ഹരീബ ചോദിച്ചു. इस प्रश्न को सुनकर बेबी एक उलझन में पड़ गई.
ഈ ചോദ്യം കേട്ടപ്പോൾ അവക്കൊരു ഉൽച്ചൻ എന്ന് പറഞ്ഞാൽ കുരുക്ക് അലഞ്ഞ കുഴപ്പത്തിലാക്കുക എന്നൊക്കെയാണ്, ആശയക്കുഴപ്പം. അവളാകെ ആശയക്കുഴപ്പത്തിലായി. ഉസ്കോ ലഗാ कि मानो अब सारा खेल बिगड़ जा रहा है. അവൾക്ക് തോന്നി എന്ത്, എല്ലാ ശ്രമവും പാഴാകുമെന്ന് അവൾക്ക് തോന്നി. അവളുടെ ശ്രമങ്ങളും പാഴാകുമെന്ന് അവൾക്ക് തോന്നുകയാണ്. അന്തമേ പ്രതീക്ഷ കർത്തവ്യെ മോച്ചി സെ ഉസ്നെ കഹ. അവസാനം അവളുടെ അളവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ ചെരുപ്പ് കുത്തിയോട് അവൾ പറഞ്ഞു, 2 दिन के बाद आओ. 2 ദിവസത്തിൻ്റെ ശേഷം വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി നോക്കാം. അരീബാനെ സിർ ഹിലാക്കർ അരീബ തലയാട്ടിട്ട് പറഞ്ഞു, ബനാദൂങ്ക, ഉണ്ടാക്കി തരാം സഹോദരി. അളവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കല്ല, ഫിർ കിസ്കയിലെ, പിന്നെ ആർക്കാന്ന് ചോദിച്ചോളൂ പറഞ്ഞു. എന്തേ, അവളാകെ ആശയക്കുഴപ്പത്തിലായി, കുഴപ്പത്തിലാവുന്ന പോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവൾക്ക് തോന്നുകയാണ് തൻ്റെ ശ്രമവും പാഴാകുമെന്ന് അവൾക്ക് തോന്നുകയാണ്. അവസാനം അളവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ചെരുപ്പ് കുത്തിയോട് അവൾ പറഞ്ഞു, 2 ദിവസത്തിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കാം. അരീബ മേ മാപ്പ് ദൂങ്കി. അരീബ, ഞാൻ അളവ് തരാം എന്ന് പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു. അളവ് തരാം എന്ന് പറഞ്ഞു. ദൂസരെ ദിൻ പോസ്റ്റ്മാനായ. അങ്ങനെ അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. തോടി ദേർ തക്ക് ഏക് കർ ടാക്ക് ദേക്കർ ചലാ ഗയ. കുറച്ച് സമയത്തിന് ശേഷം കത്തുകൾ ഓരോന്നായി എടുത്തിട്ട് അദ്ദേഹം പോയി. ടാക്കുക കുർസി പർ രഖ്കർ ബേബി അഹാത്തേക്ക് കിനാരെ ആയി. കത്തുകളെ കസേരയിൽ വെച്ചിട്ട് ബേബി എന്ത് ചെയ്യും, മുറ്റത്തേക്ക് വന്നു. സീറ്റിയോം സെ നീച്ചെ ഉത്തർ ഗയി. എന്നിട്ട് സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി. ഫിർ ഫ്രോക്ക് से जेब से परकार निकाल कर जाने वाले पोस्टमैन के पैरों के निशान का नापकोच किया. പിന്നെ തൻ്റെ ഫ്രോക്കിൻ്റെ ജേബ്സ്, പോക്കറ്റിൽ നിന്നും പർക്കാർ എന്ന് പറഞ്ഞാൽ അളവുകോല്, സ്കെയിൽ എന്നൊക്കെയാണ്. സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ജാനേവാലെ പോസ്റ്റ്മാൻക്ക്, പോകുന്ന പോസ്റ്റ്മാൻ്റെ പൈരോം കെ നിഷാൻ, കാലുകളുടെ ചിഹ്നം, അടയാളം, അതെന്ത് ചെയ്തു, നാപ്കോച്ച് കിയ, അളന്നു. പൈരോം കെ ഖോലായി ആദിക്ക ടീക്ക് ടീക്ക് മാപ്പ്, കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ വൃത്താകൃതിയും അതുപോലെ നേരെ എത്ര നീളമുണ്ട് എന്നുള്ള അളവും എടുത്തു. മാപ്പ് ലേക്കർ ഫിർ കമരമേ ആകെ. അളവുമായി അവൾ വീണ്ടും റൂമിലേക്ക് വന്നു. ഈ പാരഗ്രാഫ് ഒന്നുകൂടി നോക്കാം. അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. കുറച്ച് സമയത്തിന് ശേഷം കത്തുകൾ നൽകി അദ്ദേഹം പോയി. കത്തുകൾ കസേരയിൽ വെച്ചതിന് ശേഷം അവൾ എന്തായി, സിറ്റൗട്ടിലും വന്ന് അവിടുന്ന് താഴേക്ക് ഇറങ്ങി മുറ്റത്ത് വന്നു. അങ്ങനെ തൻ്റെ ഫ്രോക്കിൽ നിന്നും അളവുകോല്, സ്കെയിലെടുത്ത് കാണാൻ എന്ത് ചെയ്യും, നടന്നു പോകുന്ന പോസ്റ്റ്മാൻ്റെ കാലിൻ്റെ അടയാളം അളന്നു. കൃത്യമായിട്ട് ആ അളവ് എടുത്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, റൂമിലേക്ക് വന്നു. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ബേബീനെ മൻഹി മൻ നിശ്ചയിക്കുക ഹെ. ബേബി മനസ്സിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്താ തീരുമാനിച്ചത്? ഉസ് പോസ്റ്റ്മാൻ കോ നംഗെ പർ ചലനെ നഹീ ദേംഗെ. ആ പോസ്റ്റ്മാനെ നഗ്നനായി നടത്തില്ല എന്ന്. ഈ തൈ കർത്തേ ഹി ഉസെ സുഖത അനുഭൂതി ഹുയി. ഇത് തീരുമാനിച്ചപ്പോൾ അവൾക്ക് എന്തുണ്ടായി, ഒരു സുഖകരമായ അനുഭൂതി ഉണ്ടായി. കാരണം ക്യാ ഹോഗ, കാരണം എന്തായിരിക്കുമെന്നാണ് ചോദ്യം. ഒരു പക്ഷേ ഷായദ് ഇസ്കാ കാരൺ തേസ് ഗർമി സെ തപ്തി
सड़क पर नंगे पैर चलने वाले പോസ്റ്റ്മാൻ के പ്രതി സഹാനുഭൂതി होगा. ഒരു പക്ഷേ ശക്തമായ ചൂടിൽ ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്ന പോസ്റ്റ്മാനോടുള്ള സഹാനുഭൂതിയായിരിക്കും അല്ലേ, സഹതാപമായിരിക്കും അതിന് കാരണം അല്ലേ. വിവശതാക്കെ പ്രതി हमारा दृष्टिकोण हमदर्दी का होना चाहिए. പരാധീനത പെടുന്ന ആളുകളോട് അല്ല പാവപ്പെട്ട ആളുകളോട് നമുക്ക് എന്തുണ്ടാകണം, സഹാനുഭൂതി ഉണ്ടാകണം. സഹാനുഭൂതി, ഹംദർദി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഇതുകൊണ്ടുള്ള കാഴ്ചപ്പാട്, ദൃഷ്ടികോൺ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം.